VTS Mall, opposite bus stand, Manjeri Road, Pandikad. Kerala State Service Pensioners Association Kiratur Mandalam Sammelanam Poonthana Smaraka AUP School നടന്നു. സംസ്ഥാന രക്ഷാധികാരി DA ഹരിദാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DR കുടിശ്ശിക ഉടൻ അനുവദിക്കാൻ നടപടി വേണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. KSSPA കീഴാറ്റൂർ മണ്ഡലം സമ്മേളനമാണ് കീഴാറ്റൂർ പൂന്താന സ്മാരക AUP സ്കൂളിൽ നടന്നത്. കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ കുടിശ്ശികയായ 21% DR കുടിശ്ശിക അനുവദിക്കാൻ തയ്യാറാകണമെന്ന് സമ്മേളനം സർക്കാരോട് ആവശ്യപ്പെട്ടു. 2024 ജൂലൈ മുതൽ നടപ്പിലാക്കേണ്ടിയിരുന്ന പെൻഷൻ പരിഷ്കരണം അകാരണമായി നീട്ടിക്കൊണ്ടുപോകുന്ന സർക്കാർ നടപടിയിൽ സമ്മേളനം ശക്തമായി പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് KT അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P സുരേഷ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ KM ദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ ബിന്ദു മാത്യു, കീഴാറ്റൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റാഫി പറമ്പൂർ, KSSPA നിയോജക മണ്ഡലം പ്രസിഡന്റ് മത്തടി ബാലകൃഷ്ണൻ, സെക്രട്ടറി T രവീന്ദ്രനാഥ്, P നാരായണുണ്ണി, മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ, KT അബ്ദുള്ള, ആനിയമ്മ തോമസ്, JCK കുര്യാക്കോസ്, മൊയ്തീൻകുട്ടി ചാത്തോലി, KP മുഹമ്മദ് മുസ്തഫ, വഹീദ ബീഗം, SP മോഹനൻ, C ഉമ്മർ, P വേണുഗോപാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. KT അബ്ദുൽ അസീസിനെ പ്രസിഡന്റായും P സുരേഷിനെ സെക്രട്ടറിയായും P വേണുഗോപാലിനെ ട്രഷറായും സമ്മേളനം തെരഞ്ഞെടുത്തു. പാർട്ടിയുള്ള നിർഭാഗ്യവന്മാരായ പെൻഷൻ സമൂഹത്തിന്റെ അംഗങ്ങളാണ് ഇന്ന് കീഴാറ്റൂർ മണ്ഡലത്തിലെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഒന്നിനുള്ള 159 മാസത്തെ കുടിശ്ശിക ആര് തരും എന്ന് തരും? ഈ കാര്യത്തിലുള്ള ഒരു അനിശ്ചിതാവസ്ഥയിലൂടെ മുന്നോട്ട് പോകും. നീതിന്യായ വ്യവസ്ഥകൾ പറഞ്ഞാൽ പോലും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ദാസ്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും അഴിമതിയുടെയും മുഖമുദ്രയണിഞ്ഞ ഒരു ഗവൺമെന്റാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രതീക്ഷകൾക്ക് വലിയ സ്ഥാനമില്ല എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു ഭരണമാറ്റ പ്രക്രിയയിലൂടെ മാത്രമേ കേരളത്തിൽ സമസ്ത മേഖലയിലും ഒരു നീതിയും ഒരു സഹതാപവും ലഭിക്കൂ എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. നമ്മൾ 159 മാസത്തെ കുടിശ്ശിക കിട്ടാൻ ബാക്കിയുള്ളപ്പോൾ ഇപ്പോഴും എന്തെങ്കിലും വർദ്ധിപ്പിച്ച് കിട്ടുമോ എന്ന ചിന്തയിലൂടെ കേരള സംസ്ഥാനത്തിന്റെ ഭരണശിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ തുച്ഛമായ വേതനം വാങ്ങുന്ന ആശാവർക്കർമാർ സമരത്തിലൂടെ കടന്നു പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ.